നമസ്കാരം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരുണ്ടാകാം. എന്നാൽ മൂക്കിൻ്റെ തുമ്പിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ടാകും. അതാണ് കുസൃതി ചോദ്യങ്ങളുടെ ലോകമെന്ന് പറയുന്നത്. ഇവിടെ അറിവിൻ്റെയോ ഡിഗ്രികളുടെയോ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ വളച്ചൊടിച്ച് ചിന്തിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ റെഡിയായി നിൽക്കുന്നവർക്കായി ഇതാ വരുന്നു 8ന്റെ പണി തരുന്ന കുസൃതി ചോദ്യങ്ങൾ. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ബീച്ച് സൈഡിലാണ്. നമ്മളെന്നും വേളയിലാണല്ലോ പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സുമിന. എവിടെ സ്ഥലം? ഞങ്ങൾ മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല. ഞങ്ങൾക്ക് ഇന്നോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതിനുവേണ്ടി വന്നത്. ഷാനിബ. റഹ്മത്ത്. എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ആൻസർ പറയുക. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറഞ്ഞാൽ മതി. കൂടുതൽ ആരാണ് പറയുന്നത് അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും പൊതുവായുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നീ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നീ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? ഇട്ടിട്ട് വള്ളിട്ടു. ഒരക്ഷരത്തിൽ നിന്നുണ്ടായി. ഏത് അക്ഷരം? നീ എന്നുള്ള അക്ഷരം എന്ന അക്ഷരത്തിൽ നിന്നുണ്ടായി. ഓക്കെ, ഭയങ്കര ക്ലൂ അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തോളിലെ സഞ്ചിയുള്ള ജീവി ഏതാണ്? കങ്കാരു. ഇത് കുസൃതി ചോദ്യമല്ലേ? മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളാണ്. കവി. കവിയല്ലേ? തോളിൽ സഞ്ചിയുള്ള ജീവി. കങ്കാരുവിന് ഫ്രണ്ടിലാണല്ലോ. കങ്കാരുവിന് തോളില് സഞ്ചിയുള്ള. കുസൃതി ചോദ്യമല്ലേ? ഇത് മനുഷ്യ ഇനത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും. അയാൾ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ അല്ല, വേറെ. എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സഞ്ചാരി. എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ സഞ്ചാരി അല്ല. നിങ്ങളൊക്കെ കൂടെ കയറാറുണ്ട് അതിനകത്ത്, അപ്പൊ കാണും. ബസ് കണ്ടക്ടർ. ആണോ? കണ്ടക്ടർ. ഓക്കെ, കറക്റ്റ് ആൻസർ. 2 ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ലേ? അവിടെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏത്? പാലപ്പം. പാലപ്പം അല്ല. നമ്മൾ ചായയുടെ കൂടെയൊക്കെ ചിലപ്പോൾ കടിയായിട്ടൊക്കെ ബേക്ക് ചെയ്യും ഒരു അപ്പം. ലാ പോയാൽ അപ്പമാകും കുഴപ്പമാകുന്ന അപ്പം ഏത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും സംശയമുള്ള മാസം ഏത്? സംശയമുള്ള മാസം. ഭയങ്കര ക്ലൂ വരാൻ പറ്റും, പക്ഷെ ഞാൻ തരുന്നില്ല. എപ്പോഴും നമുക്ക് സംശയമാണ്. എല്ലാവർക്കും സംശയമുള്ള ഒരു മാസമാണിത്. ഫെബ്രുവരി. 28ആണോ 29ആണോ എന്നൊക്കെയുള്ള സംശയം വരത്തില്ലേ? ലീപ്പ് ഇയർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത നാടേത്? ആഫ്രിക്കയാണോ? ഇത് കുസൃതി ചോദ്യമാണ്. ജികെ ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ബാർബർ ഷോപ്പും തുടങ്ങിയാൽ വിജയിക്കാത്ത നാട്. കാശ്മീർ. വരുന്ന പേരുള്ളതാ. ബാർബർ ഷോപ്പിൽ പോവാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ. ബാർബറുടെ ശത്രുവാണ് അയാള്. ബാർബറുടെ ജോലി എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അവരുള്ള നാട്. ഡാഷിയുടെ നാട്. മുടിയില്ലാത്ത ആൾക്കാരെ എന്ത് പറയും? മുട്ടകളല്ല. മുടി. കഷണ്ടി തലയന്മാരോ? അപ്പൊ ആ നാടിന് എന്ത് പറയും? മുട്ടകളുടെ നാട്. കഷണ്ടിയുടെ നാട്. വല്ലാത്ത ക്വസ്റ്റ്യൻ ആയി പോയില്ലേ? എന്തായാലും ആ ഒരു പോയിന്റ് തരാം. 2 പോയിന്റ് ആയി. ഓക്കെ, ഇവിടെ 2 പോയിന്റ് ആയി. 2 പേര് തമ്മിലുള്ള 3 ആയി. 3, 2, 1. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഒരു ഭാരമുണ്ട്. ഏതാണെന്നറിയോ?
ശരീരഭാരം, വിയർപ്പിന്റെ കുടിക്കുന്ന സാധനം. ഭാരം, സംഭാരം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടായേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കയറാൻ പറ്റാത്ത കാർ ഏഴ്. മഴക്കാറ്. പൈക്ക് വെച്ച് അത് തന്നെ, ഇതാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ആഗ്രഹിക്കാത്ത ജയം ഏത്? പരാജയം. ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ, ആ ഒരു ട്രാക്കിൽ വീണ് പുള്ളി. അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏത്? തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. നമ്മൾ തൊട്ടാലും ചലിക്കും, ചിലപ്പോൾ മരിക്കാനും ഇത് മതി. ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ. എന്തായിരുന്നു പേര്? സുമിന. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി സുമിന ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും VMTVയുടെയും ബാലരാപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.